ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നീലിമയ്ക്ക് ജ്യൂസ് കൊടുക്കുകയാണ് ജഗദീപ്. നീലിമ വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ജഗദീപ്. മദ്യത്തിൽ മാംഗോ ജ്യൂസ് കലക്കിയാണ് കൊടുക്കുന്നത്. പക്ഷേ മാംഗോ ജ്യൂസ് ഉള്ളത് കൊണ്ട് അതിൽ മദ്യമുണ്ട് എന്നുള്ള കാര്യം നീലിമയ്ക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസും കുടിച്ചിട്ട് അവിടേക്ക് വെച്ചു. മേഡം എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ മേഡമൊക്കെ വരും. തുടർന്ന് ഇതേ സമയം വിഷ്ണു സ്കൂളിലേക്ക് വരികയാണ്. ഇപ്പോൾ ഓഫീസിൽ HM ഇല്ല, അവിടെ പ്യൂണാണ് നിൽക്കുന്നത്. കാര്യങ്ങൾ അറിയാൻ HMനേക്കാൾ നല്ലത് ഇവരെ പോലെയുള്ള ആൾക്കാരാണ്. പക്ഷേ HM സ്ഥലത്തുണ്ടോ എന്ന് എങ്ങനെ അറിയാനാ എന്ന് വിഷ്ണു ഇങ്ങനെ വിചാരിക്കുന്നു. ആ സമയത്ത് ടീച്ചർ അതുവഴി പോവുകയും ചെയ്യുന്നു. ടീച്ചറിനോട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, ടീച്ചറെ ഈ ഓഫീസിന്റെ നമ്പർ ഒന്ന് തരാമോ എന്ന്. അങ്ങനെ ഇപ്പോൾ ടീച്ചർ ഓഫീസിലെ നമ്പർ കൊടുക്കുന്നു. വിഷ്ണു ഇപ്പോൾ ആ ഓഫീസിലേക്ക് തന്നെ വിളിക്കുന്നു, HMന്റെ ഓഫീസിലേക്ക്. എന്നാൽ ഫോൺ എടുത്തത് പ്യൂണാണ്. ഹലോ, HM ആണോ സംസാരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പ്യൂൺ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടുത്തെ പ്യൂണാണ്. അല്ല, എന്താണ് വേണ്ടത്? അല്ല, HMനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് വരിക എന്ന് പറയാമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പ്യൂൺ പറയുന്നുണ്ട്, ഉച്ചവരെ ഇവിടെ ഇല്ല, ഒരു 2 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. മറ്റൊരു സ്വരത്തിലാണ് വിഷ്ണു സംസാരിക്കുന്നത്. ഈ സമയം വിഷ്ണു ഓഫീസിലേക്ക് വന്നു. HM ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു 2 മണി കഴിയും വരാൻ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം, പക്ഷേ കാര്യമൊന്നുമില്ല, വീട്ടിലായിരിക്കും. ഫോൺ എടുക്കാനുള്ള യാതൊരു സാധ്യതയുള്ള ഇല്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അല്ല, എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ടായിരുന്നു. എൻ്റെ മകൾ സത്യഭാമ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, പത്മിനി. അവളും എൻ്റെ മകൾ ജനിച്ച ഡേറ്റിലാണോ ജനിച്ചത് എന്നെനിക്കൊരു സംശയം. ഒരു ചെറിയൊരു സംശയമാണ്, സംഭവം വേറെയില്ല. ഈ പത്മിനി എന്ന കുട്ടിക്ക് അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ടാ. ഒരു സന്തോഷത്തിന്, കുട്ടികളല്ലേ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അതിപ്പോൾ രജിസ്റ്റർ നോക്കേണ്ടി വരുമെന്ന്. അതൊന്ന് നോക്കണമെന്ന് വിഷ്ണു. ഇച്ചിരി പാടാണെന്ന് അദ്ദേഹം പറയുമ്പോൾ വിഷ്ണു ക്യാഷ് എടുത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാട് മാറാൻ ഇത് മതിയോ എന്ന് ചോദിക്കുന്നു. എന്നാ പിന്നെ ഞാനത് കൈയോടെ നോക്കട്ടെ സാറ്, ഇച്ചിരി നേരം പുറത്തേക്ക് നില്ല്, ആരെങ്കിലും കണ്ടു വന്നാലേ മോശമാ, പ്രശ്നമായിരിക്കും എന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ രജിസ്റ്റർ എടുത്ത് കൊടുക്കുകയാണ്. 2 പേരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഇതിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ 2 പേരുടെയും രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ രണ്ടും ഒരേ ഡേറ്റ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണു. ഞാൻ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. പോക്കറ്റിൽ സാറിന്റെ ക്യാഷ് കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ, എടുത്തോളൂ എന്ന് പ്യൂൺ. അങ്ങനെ ഇപ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കുകയാണ് വിഷ്ണു. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിഷ്ണു പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അത് തന്നെയാണ് എനിക്കും സാറിനോട് പറയാനുള്ളത്. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. തുടർന്ന് പപ്പിയുടെയും സത്യയുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആഘോഷിച്ച കാര്യം ഓർക്കുകയാണ് വിഷ്ണു. 2 പേരും ജനിച്ചിരിക്കുന്നത് ഒരേ ദിവസമാണ്, ഒരേ സ്ഥലത്തും. ചില കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും വിഷ്ണു ഓർക്കുന്നു. എന്നിട്ടിപ്പോൾ വിഷ്ണു സ്കൂട്ടർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജഗദീപിന്റെ അവിടേക്ക് ഇപ്പോൾ സുസ്മിത വന്നിരിക്കുന്നുണ്ട്. സുസ്മിത വന്ന് നോക്കുമ്പോൾ നീലിമ ആ സോഫയിൽ കിടക്കുന്നതാണ് കാണുന്നത്. ഹലോ എന്ന് പറഞ്ഞ് നീലിമയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നീലിമയാണെങ്കിൽ നല്ല ഉറക്കത്തിലും. ജഗദീപിനെ സുസ്മിത അവിടേക്ക് വിളിക്കുന്നു. എന്നാൽ ആദ്യം ജഗദീപ് വരുന്നില്ല. ഇപ്പോൾ നീലിമ കണ്ണു തുറന്നു. നീയാണോ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണെന്ന് നീലിമ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിൽക്കാൻ കഴിയുന്നില്ല. നിൽക്കുമ്പോൾ പെട്ടെന്ന് വീണു പോവുകയാണ് ചെയ്യുന്നത്. സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ജഗദീപിനെ വിളിക്കുമ്പോൾ ജഗദീപ് മുകളിൽ നിന്നും താഴേക്ക് വരുന്നു. ആ സുസു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇവളെ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എടി, നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നീലിമയാണെങ്കിൽ എത്ര എണീച്ച് നിൽക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല, വീണ് പോവുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നു. ഇവിടെ വന്നിട്ട് തല ചുറ്റുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് ജഗദീപ് പറയുമ്പോൾ സുസ്മിത ചോദിക്കുന്നു, ഇവള് മദ്യപിച്ചിട്ടുണ്ടോ എന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഇവളിനി വരുന്ന വഴിക്ക് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു മാംഗോ ജ്യൂസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇവൾ എന്തിനാ വന്നേന്ന് വല്ലതും പറഞ്ഞോ എന്ന് സുസ്മിത ചോദിക്കുന്നു. ഒരു നേഴ്സാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലെന്നും പറയുന്നു. പിന്നെയും ഇപ്പോൾ സോഫയിലേക്ക് വീണു പോവുകയാണ് നീലിമ. എന്നാലും ഇവൾ എന്തിനായിരിക്കും എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് സുസ്മിത പറയുന്നു. തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എഴുന്നേപ്പിച്ചേക്കണം, ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തേക്കരുതെന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് ഒരു കോള് വന്നിരുന്നു. ഫോണുമായി അപ്പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പറയാൻ വന്ന കാര്യം ഗോവിന്ദ എന്ന് ജഗദീപ് വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ശാരദാമ്മ തറ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശാലിനി അവിടേക്ക് വരുന്നു. ഇത് കഴിഞ്ഞില്ലേ അമ്മേ, കുറേ നേരമായല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഇനി കുറച്ചു നേരം അമ്മ മാറി നിൽക്കി, ഞാൻ ചെയ്യാമെന്ന് ശാലിനി. വേണ്ട, ഇത് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എല്ലാം. ശാന്ത കണ്ടാൽ ശാന്ത ചെയ്യണമെന്ന് പറയും എനിക്ക് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ ഇന്നലെ സത്യയെ വിളിച്ചിരുന്നു. വേറെ ഒരു നമ്പറിൽ നിന്നാണ്, ആളെ അറിയിക്കാതെ. ശാരദാമ്മ ചോദിക്കുന്നു, നിനക്ക് വിഷ്ണുവിനോട് ചോദിച്ചുവിടായിരുന്നോ എന്ന്.
ചോദിച്ചു. പക്ഷേ എന്ന് പറഞ്ഞ് ആ ബക്കറ്റിലിരുന്ന വെള്ളം മോശമാണെന്ന് പറഞ്ഞ് ബക്കറ്റോടെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ശാലിനി. ഈ സമയം ശാരദാമ്മ ആ ഇലയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയത്താണ് വിഷ്ണുവിൻ്റെ വരവ്. എന്താ മോനെ അവിടെ തന്നെ നിന്നത്, കയറി വായെന്ന് ശാരദാമ്മ പറയുന്നു. അങ്ങനെ വിഷ്ണു അകത്തേക്ക് വരുന്നു. മോൻ വന്നെ അകത്തേക്ക് ഇരിക്കാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, വേണ്ട, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്ന്. ശാലിനി അകത്തു നിന്നും വിഷ്ണുവിനെ കാണുന്നു. മോൻ കയറിയിരിക്കേ, ഞാൻ ശാലിനിയെ വിളിക്കാമെന്ന് ശാരദാമ്മ. വേണ്ട, ഇതിന് തൽക്കാലം ശാരദാമ്മ ഉത്തരം പറഞ്ഞാൽ മതിയെന്ന് വിഷ്ണു. എന്താണ് മോൻ അറിയേണ്ടത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പപ്പിയെ പ്രസവിച്ച അന്ന് തന്നെയാണോ സത്യയും പ്രസവിച്ചത് എന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും. പറ ശാരദാമ്മേ, സത്യമാണോ എന്ന്. രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചെക്ക് ചെയ്തു. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിച്ചത് ശാരദാമ്മയ്ക്ക് ഓർമ്മ കാണുമല്ലോ. അത് ജനിച്ച നാള് പ്രകാരമാണ്. അതായത് ജന്മനാളോ ഡേറ്റ് ഓഫ് ബർത്തോ ഒരേ ദിവസമാണെന്ന്. മോൻ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാമെന്ന് വീണ്ടും ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ കാരണം എന്നെനിക്കറിയാം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പരിപാടിയാണ് ചായ എന്നും എനിക്കറിയാം. കുറഞ്ഞ പക്ഷം സത്യ ജനിച്ച ഹോസ്പിറ്റലെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. ഹോസ്പിറ്റൽ പേരെനിക്ക് ഓർമ്മയില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ പേര് പറയുകയാണ് വിഷ്ണു. VKM ആണോ എന്ന് ചോദിക്കുന്നു. അത് മോനെ ഇവിടെയെങ്ങും അല്ല. ശാലിനി IAS ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് വെച്ചാണ് ശാലിനി പ്രസവിച്ചതെന്ന് പറയുന്നു. എന്തിനാ ശാരദാമ്മ എന്നോട് ഈ കള്ളം പറയുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നു. ഞാനിപ്പോൾ സ്കൂളിൽ പോയിട്ട് സത്യയുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പപ്പി ജനിക്കുമ്പോൾ ശാലിനി ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ എന്തിനാണ് ഇങ്ങനെ അന്യനെ പോലെ കാണുന്നത്? ഞാൻ എന്തെങ്കിലും ദ്രോഹം ഇവിടെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദ്രവം ഞാനായിട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ടും എല്ലാവരോടും എന്നോട് കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം ശാലിനിയോട് ചോദിക്കുക എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ശാരദാമ്മയ്ക്ക് അറിയാലോ ശാലിനി എൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് അറിഞ്ഞേ പറ്റൂ. നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഒരു കുടുംബം അത് എനിക്ക് വേണ്ടേ, എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, മോനെ ഞാൻ വീണ്ടും പറയുകയാണ്, ശാലിനി സത്യ പ്രസവിച്ചത് ഈ നാട്ടിൽ വെച്ചല്ല, അവൾ ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് വെച്ചാണ്. ഇത് എനിക്കറിയാവുന്ന കാര്യമാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എന്നാൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയട്ടെ. ശ്യാമ പപ്പിയെ പ്രസവിച്ച ദിവസം അടുത്ത മുറിയിൽ നിന്നും ശാരദാമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ എൻ്റെ അമ്മ ചോദിച്ചിരുന്നു, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. ഒരു പരിചയക്കാരൻ്റെ മകളാണ് പ്രസവിച്ച് കിടക്കുന്നത് എന്നാണ് അന്ന് ശാരദാമ്മ പറഞ്ഞത്. അന്നത്തെ ദിവസം ശാരദാമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ കാര്യം ഓർത്തെടുക്കുകയാണ് അവർ. ആ പരിചയക്കാരൻ്റെ മകൾ ശാലിനിയായിരുന്നോ എന്ന് ചോദിക്കുന്നു. ശാരദാമ്മയ്ക്ക് മറുപടി ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അന്ന് കിടന്ന ആ പരിചയക്കാരൻ്റെ മകളുടെ പേര് പരതുകയായിരിക്കുമെന്നും വിഷ്ണു പറയുന്നു. എന്തായാലും ഇനി അധികകാലം എന്നെ വിഡ്ഢിയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സത്യം ഞാൻ കണ്ടുപിടിക്കും. കാരണം എനിക്കെൻ്റെ ജീവിതമാണ് വലുത്, അത് എനിക്ക് വേണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് വിഷ്ണു പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വിഷ്ണു പോയി കഴിഞ്ഞതിന് ശേഷം ശാലിനി ശാരദാമ്മയുടെ അരികിലേക്ക് വന്നു. വിഷ്ണു പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ. അവൻ്റെ മനസ്സിൽ സംശയമുണ്ട്, അതവൻ തെളിയിക്കുക തന്നെ ചെയ്യും. ഇതൊരു തീയാണ്, എല്ലാം കത്തിച്ച് ഭസ്മമാക്കാൻ കഴിയുള്ള തീ. ഇത്രയും പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് ശാലിനി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.